അപ്സ്റ്റോക്സിൽ എങ്ങനെ ഫ്രീ ആയിട്ട് വെറും 15 മിനിറ്റിനുള്ളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും നമ്മളെ സഹായിക്കുന്ന ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. വെറും സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇക്വിറ്റി മാർക്കറ്റ് മാത്രമല്ല, ഡെറിവേറ്റീവ്സ്, കറൻസി, കൊമോഡിറ്റി, മ്യൂച്വൽ ഫണ്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ് എന്നുള്ളത്. ഇവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. വെറും 20 രൂപ മാത്രമാണ് ഇക്വിറ്റിക്കും F&Oയിലും കൊമോഡിറ്റിയിലും കറൻസിയിലും ഒക്കെ പെർ ട്രേഡ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ 1 കോടിയിലധികം കസ്റ്റമേഴ്സ് ഉള്ള മോസ്റ്റ് ലൗഡ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലൊന്നാണ് അപ്സ്റ്റോക്സ്. അപ്സ്റ്റോക്സിൽ എങ്ങനെ അക്കൗണ്ട് ഇന്ന് തന്നെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണിത്. ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതേപോലെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ചെറിയൊരു കമ്മ്യൂണിറ്റി നമ്മൾ വാട്സാപ്പിൽ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവിടെ പങ്കുവയ്ക്കുക. അതോടൊപ്പം ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പ്ലസ് അതേപോലെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും വന്ന് ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ എത്തിച്ചേരുമ്പം നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറാണ്. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരുന്നതാണ്. ആ ഒരു ഫോണിൽ ലഭിച്ചിരിക്കുന്ന OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 6 ഡിജിറ്റ് പിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആ ഒരു പിന്ന് സെറ്റ് ചെയ്യണം. അത് എന്ത് പിന്നും ആകാം. ഒരു 6 ഡിജിറ്റ് പിന്ന് പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പിന്ന് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആപ്പിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. ആ ഒരു സ്ക്രീനിൻ്റെ സൈസ് ഇച്ചിരി കുറഞ്ഞിരിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് കൊടുക്കാം. രണ്ടിലേതെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ഇമെയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ വിത്ത് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP വരുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമുമാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൽ ഉള്ള പേരും ആ പാൻ കാർഡിൽ ഉള്ള ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ടും നന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേര്, ഫാദറിൻ്റെ പേര് പാൻ കാർഡിലുള്ള പോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിലാകട്ടെ നിങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എന്താണ്, അപ്പോൾ നിങ്ങൾ എത്രത്തോളം ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ ഇത്, 1 മുതൽ 2 വർഷത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ അതിവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഒക്യുപ്പേഷൻ, നിങ്ങൾ പ്രൈവറ്റ് സെക്ടർ ആണോ, ഗവൺമെൻറ് ആണോ, പബ്ലിക് സെക്ടർ ആണോ, അഗ്രികൾച്ചർ ആണോ, അങ്ങനെ തുടങ്ങി നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ സെലക്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ജെൻഡർ, നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അടുത്തത് നിങ്ങൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ എ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഡിക്ലറേഷൻസ് ഫോർ യുവർ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ആണ്. ഇവിടെ ഈ ഡിക്ലറേഷൻ എല്ലാം ചെക്ക് ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ഐ വാണ്ട് മൈ അൺയൂസ്ഡ് ഫണ്ട്സ് ടു ബി സെറ്റിൽഡ് ആഫ്റ്റർ എവറി 90 ഡേയ്സ്. നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എത്ര ദിവസത്തിൽ ഒരിക്കൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരണം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ അടുത്തത് നമ്മുടെ സിഗ്നേച്ചർ ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. സിഗ്നേച്ചർ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൽ നിന്നും ഡയറക്റ്റായിട്ട്, ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒക്കെ ഡയറക്റ്റായിട്ട് സൈൻ ഡിജിറ്റലി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം.
അപ്പോൾ രണ്ടാളിലും നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ഈ സൈൻ ഡിജിറ്റലി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ റിമെമ്പർ ചെയ്യണം. നിങ്ങളുടെ പാൻ കാർഡിലുള്ള സിഗ്നേച്ചറുമായിട്ട് ഈ സിഗ്നേച്ചർ മാച്ച് ആകണം. ഇനീഷ്യൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതേപോലെ ഫോട്ടോയാണ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലിയർ ആയിരിക്കണം, ബ്ലറൊന്നും ഇല്ലാതെ ക്ലിയർ ആയിരിക്കണം. ആ ഗോട്ടിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ അപ്പോഴത്തേക്കും ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്കൊരു ഇൻ്റർഫേസ് വരും. ഈ ഇൻ്റർഫേസിൽ നിങ്ങളുടെ സൈൻ ഇടുക, ഇങ്ങനെ വരയ്ക്കുക. നിങ്ങളുടെ സൈൻ എന്താണോ അത് വരയ്ക്കുക. വരച്ചിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്നുമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഈ ഒരു ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് വരിക. അതായത് അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാവുന്നതാണ്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് കൺഫേം ചെയ്യാനുള്ളതാണ്. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് ഇത് തന്നെയാണെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. യൂസ് എ ഡിഫറൻറ്റ് അഡ്രസ്സ്, വേറെ അഡ്രസ്സാണ് കൊടുക്കേണ്ടെങ്കിൽ ആ താഴെ കാണുന്ന യൂസ് എ ഡിഫറൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറെ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിജി ലോക്കർ വെച്ചിട്ട്, അതായത് നിങ്ങളുടെ ഫോൺ നമ്പറും ആധാറും ലിങ്ക്ഡ് ആണെങ്കിൽ ഈ ഡിജി ലോക്കർ വെച്ചിട്ട് ഉടൻ തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഷെയർ വിത്ത് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സും നടന്നു കിട്ടുന്നതാണ്. അപ്പം അടുത്തത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്സ്റ്റോക്സ് ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ആധാർ നമ്പർ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ, അതായത് ഇതെല്ലാം വെരിഫൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ആക്സസ് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോപ്പപ്പ് വരും. ഇവിടെ നമ്മൾ ക്യാമറയ്ക്ക് ആക്സസ് കൊടുക്കണം. ക്യാമറയ്ക്ക് ആക്സസ് കൊടുത്തതിന് ശേഷം നമ്മളൊരു സെൽഫിയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് അവിടെ വിസിബിൾ ആകണം. നമ്മുടെ ഗ്ലാസസ് എന്തെങ്കിലുമൊക്കെ കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഹെഡ്ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം. ആ ഒരു ഫ്രെയിമിൻ്റെ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ, വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതാണ്. 2 ഓപ്ഷനാണുള്ളത്. വെരിഫൈ വിത്ത് UPI എന്നുള്ളൊരു ഓപ്ഷൻ, പിന്നെ ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ വെരിഫൈ വിത്ത് UPI എന്നുള്ളത് ഫാസ്റ്റർ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും UPI ഉള്ളത് കൊണ്ട് തന്നെ ഈ വെരിഫൈ വിത്ത് UPI എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ സെക്യൂർലി വിത്ത് UPI എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവർ ഒരു രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയി എന്നുള്ളത്. നിങ്ങൾ രണ്ടാമത്തെ ബാങ്ക് ഡീറ്റെയിൽസ് മാനുവലായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരു സ്ക്രീനായിട്ടും വരിക. ഈ സ്ക്രീനിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ 2 തവണ അടിച്ചു കൊടുക്കണം. പിന്നെ IFSC നമ്പർ അടിച്ചു കൊടുക്കണം. ബാങ്കിൽ ഉള്ളതുപോലത്തെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കണം. സേവിങ്സ് ബാങ്ക് ആണോ എന്ത് ബാങ്ക് ആണെന്നുള്ളത് സെലക്ട്, ബാങ്ക് ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്തത് ഈ ബ്രോക്കറേജ് പ്ലാനിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചെക്ക് ബോക്സിലൊക്കെ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. മ്യൂച്വൽ ഫണ്ട്സ്, IPO ആൻഡ് NFOസിലൊക്കെ 0 കമ്മീഷനാണ്. ഇക്വിറ്റി, F&O, കമ്മോഡിറ്റി ആൻഡ് കറൻസിയിലൊക്കെ 20 രൂപ പെർ ഓർഡർ എന്നുള്ളതാണ് ഇവരുടെ ചാർജ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, കറൻസി ആൻഡ് MCX ഇതൊക്കെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻകം പ്രൂഫ് ആദ്യമേ തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഈ അപ്ലോഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷന് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടതായിട്ട് വരും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് കൊടുക്കേണ്ടത്. അത് വേണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ലെറ്ററും കൊടുക്കാം. പക്ഷേ ഇപ്പം തന്നെ അത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അടുത്തതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ്, ITR ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഇൻകം പ്രൂഫ് സെലക്ട് ചെയ്തിട്ട് അത് കണ്ടിന്യൂ കൊടുക്കേണ്ടതുണ്ട്. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫിച്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ബാങ്ക് ഏതാണെന്നുള്ളത് കാര്യം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങളുടെ ബാങ്ക് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫിച്ച് ചെയ്യും. അങ്ങനെ ഫിച്ച് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാനുവലായിട്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മാനുവലായിട്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇതിൽ നോമിനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ നോമിനീസിൻ്റെ ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വേണമെങ്കിൽ ആഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ ആഡ് ലെറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ആഡ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടാണല്ലോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ് എന്നുള്ളത് ആധാർ വെച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഈ സൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേര് ആധാർ കാർഡിലുള്ളതുപോലെ അവിടെ വിസിബിളാകും, ഇതെല്ലാം വിസിബിളാകും. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ്
ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. OTP എല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ക്രീൻ വരും. അപ്പം വിത്തിൻ 48 പരമാവധി 3 മുതൽ 4 ദിവസം, അത്രയും ദിവസം പോലും എടുക്കുകയില്ല, വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ആകുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും, ലോഗിൻ ഡീറ്റെയിൽസും ക്രെഡൻഷ്യൽസും എല്ലാം നിങ്ങൾക്ക് മെയിൽ ID ഫോൺ നമ്പറിലൂടെയും ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ടും ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നന്ദി, നമസ്കാരം.